ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 പുറത്തിറങ്ങിയ ഒരു ഫ്രഞ്ച് ഹൊറർ സർവൈവൽ മൂവി ആയിട്ടുള്ള ദി ഡീപ് ഡാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മൂവി ഇതിനു മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു മൂവി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. സ്റ്റോറി എന്തായാലും ചെറിയൊരു ലാഗ് ഉണ്ടാവും, പക്ഷെ അവസാനം നമ്മൾ ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാൻ കഴിയും. 1000 മീറ്റർ ആഴമുള്ള ഒരു തുരങ്കം, അതിനുള്ളിൽ നിന്ന് മറ്റൊരു തുരങ്കം ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതിനുള്ളിലെ നിഗൂഢതകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്രൊഫസർ ആ ഒരു തുരങ്കത്തിൽ ജോലി ചെയ്യുന്ന കുറച്ചു പേരെയും കൊണ്ട് ആ കുഴിക്കുള്ളിലേക്ക് ഇറങ്ങുന്നു. പക്ഷെ അതിനുള്ളിലാണെങ്കിലോ ഇവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ എന്താണ് ആ ഒരു കുഴിക്കുള്ളിലുള്ളത്, അവിടെയുള്ള നിഗൂഢമായിട്ടുള്ള ആ ഒരു കാര്യം എന്താണ്, ഇതെല്ലാം പറയുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വേറെ ഒന്നുമല്ല, നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിലെ 1956 ഫ്രാൻസിലെ ഒരു തുരങ്കം, അതിനുള്ളിൽ ഒരുപാട് ജോലിക്കാരെ അവരുടെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗോയ്ക്കുള്ളിൽ കയറിയിട്ട് കുറച്ചുപേര് അതിനുള്ളിലൂടെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു ഹോൾ അങ്ങനെ ഉണ്ടാക്കാണ്. അങ്ങനെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയം അവർ വളർത്തുന്ന ഒരു കിളിയും അതേപോലെ തന്നെ ഒരു എലിയും പെട്ടെന്ന് ആ കൂടിനുള്ളിൽ ചത്തു കിടക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് മീഥേൻ ഗ്യാസ് ഉണ്ടല്ലോ, അത് ഒരുപാടുണ്ട്. അതിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു എലിയും കിളിയും മരിച്ചുപോയത്. അപ്പൊ ഇതുപോലെ തുരങ്ക ജോലികളെല്ലാം ചെയ്യുന്നവര് ഇതുപോലെ ചെറിയ ചെറിയ മൃഗങ്ങളെയും അതേപോലെ തന്നെ പക്ഷികളെല്ലാം കൊണ്ടുവരും. അവിടെ എന്തെങ്കിലും അപകടം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ചത്തു കഴിഞ്ഞാല് അവർക്ക് അതിലൂടെ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു കിളിയെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അത് കണ്ടിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരാൾ പറയും, ഓക്കെ, അദ്ദേഹത്തെ കൊണ്ടുവരാനായിട്ട് പറയുമ്പോൾ ഒരു ചെറിയ പയ്യനാണെങ്കിലും പെട്ടെന്ന് വെളിയിലേക്ക് ഓടിയിട്ട് ഒരാളെ അവിടേക്ക് കൊണ്ടുവരാണ്. അതാണ് ഈ ഒരു മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം കുഴിയെടുക്കാം, അവിടെ നിന്ന് കുഴിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങളല്ലേ ഇവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ അയാൾ അവിടേക്ക് വന്നിട്ട് ശരി, അവിടേക്ക് പോകാനായിട്ട് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു 10 അടി ഉണ്ടാവും എന്ന് പറയുന്നതും അയാൾ നേരെ അവിടേക്ക് ചെന്നിട്ട്, ഓക്കെ, ഈ ഒരു സ്ഥലത്ത് മീഥേൻ ഗ്യാസ് അധികമായിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ചെറിയൊരു സ്ഫോടനം നടത്തി കഴിഞ്ഞാലേ എല്ലാ മീഥേൻ ഗ്യാസും നമുക്കില്ലാതാക്കാൻ കഴിയും, അതുകൊണ്ട് എല്ലാവരും വെളിയിലേക്ക് പോയി നിൽക്കി. അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ടതിന് ശേഷം ആ ഒരാളുണ്ടല്ലോ, അയാൾ പതിയെ ഇപ്പൊ പുതുതായിട്ടൊരു ഹോൾ ഇട്ടല്ലോ അതിനുള്ളിലൂടെ ഇഴഞ്ഞ് ഉള്ളിലേക്ക് ഇങ്ങനെ പോവാണ്. എന്നിട്ട് അടുത്തുള്ള മറ്റൊരു ചെറിയ ഹോളുണ്ട്, അവിടെ എന്താണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി അയാൾ അങ്ങനെ ആ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് മുന്നിലേക്ക് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ഇരുട്ടായിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതുപോലെ അവിടെയുള്ള തൂണില് എന്തോ ഒരു വലിയ കൈ ഇങ്ങനെ വന്ന് നിൽക്കുന്നതും ഇയാൾ പെട്ടെന്ന് അത് കണ്ട് പേടിച്ചിട്ട് പുറകിലേക്ക് ഓടും. ആ ഒരു മെഴുകുതിരി അവിടെ ഇടുന്നുണ്ട്. അതേസമയം ആ ഒരു മെഴുകുതിരിയിലെ തീ ഉണ്ടല്ലോ, അത് അവിടുത്തെ ആ ഒരു മീഥേൻ ഗ്യാസിൽ ഇങ്ങനെ തട്ടുന്നതും പെട്ടെന്ന് ആ ഒരു സ്ഥലം പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള അമീറിനെയാണ് കാണിക്കുന്നത്. അമീർ ആണെങ്കിൽ വളരെ ദാരിദ്ര്യമായിട്ടുള്ള ജീവിതമാണ്. എന്തെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാലേ അവനെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ അതെല്ലാം ആലോചിച്ചിട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് വെളിയിലൊരു വണ്ടി വന്നിട്ട് അവന്റെ സുഹൃത്ത് ഇങ്ങനെ വിളിക്കുന്നു. ഇത് കാണുന്നതും അമീർ ഓടി ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് രണ്ടുപേരും ആ ഒരു വണ്ടിയിൽ കയറി എവിടേക്ക് ഇങ്ങനെ പോവാണ്. പോകുമ്പോൾ അമീർ ചോദിക്കുന്നുണ്ട്, അല്ല, നീ ഈ ഒരു ജോലി ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ ഈ ഒരു ജോലി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ, ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണം കിട്ടും, അതുകൊണ്ട് ഈ ഒരു ജോലി ഒരിക്കലും കൈവിടരുത് എന്ന് പറഞ്ഞിട്ട് ഇവർ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ്. വേറെ എവിടെയല്ല, ഈ തുരങ്കം തോണ്ടുന്ന ജോലി ഉണ്ടല്ലോ അത് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്കാണ്. ചെല്ലുമ്പോഴത്തേക്കും ഇവരെ പോലെ തന്നെ ഒരുപാട് പേര് വരിയായിട്ട് ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയമാണ് അതിലൊരു മൊട്ടത്തലയൻ ഈ ജോലിക്ക് എല്ലാവരും എടുക്കുമല്ലോ, ആ ഒരാൾ പെട്ടെന്ന് ഇവിടേക്ക് വന്ന് അയാളുടെ കയ്യിൽ 2 സീലുണ്ട്, ഒരു പച്ച കളർ സീലും അതേപോലെ തന്നെ റെഡ് കളർ സീലും. അപ്പോൾ പച്ച കളർ സീലാണെങ്കിൽ അവർ ഈ ഒരു ജോലിക്ക് സെലക്ട് ചെയ്തു, ചുവപ്പ് കളർ ആണെങ്കിൽ അറിയാലോ റിജക്റ്റ് ആയി. അങ്ങനെ അയാളാണെങ്കിലും ഓരോരുത്തരായിട്ട് സെലക്ട് ചെയ്ത് ചിലരെ റിജക്ട് ചെയ്ത് കളയുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ സുഹൃത്തുണ്ടല്ലോ, അവന്റെ ശരീരം എല്ലാം കണ്ടിട്ട് അവനോട് ചോദിക്കും, നിനക്ക് നല്ല ശരീരമൊക്കെ ഉണ്ടല്ലോ, നല്ലതുപോലെ ജോലിയെല്ലാം ചെയ്യൂ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവന് പെട്ടെന്ന് ചുമയെല്ലാം വരികയാണ്. ഇത് കാണുന്നതും അയാൾ പെട്ടെന്ന് ആ ഒരു റെഡ് സീൽ എടുത്ത് അവന്റെ ദേഹത്തേക്ക് കുത്തി അവനെ അവിടെ വെച്ച് തന്നെ റിജക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 1-2 പേരെയും കൂടി സെലക്ട് ആക്കി അടുത്തത് അമീറിന്റെ അടുത്തേക്ക് വന്നിട്ട് അമീറിനെ കാണുമ്പോൾ തന്നെ ആകെ ദാരിദ്ര്യം പിടിച്ചൊരവസ്ഥയാണല്ലോ, അതുകൊണ്ട് തന്നെ അവനെ റിജക്ട് ചെയ്യാനായിട്ട് ആ ഒരു ചുവപ്പ് കളർ സീലെടുത്ത് അങ്ങനെ കുത്തുന്നതും അമീർ പെടുന്ന അയാളുടെ കൈ പിടിച്ചിട്ട് ആ ഒരു പച്ച കളർ സീലെടുത്ത് അവന്റെ ദേഹത്തേക്ക് തന്നെ കുത്താണ്. അപ്പോൾ അയാൾ ചോദിക്കും, ഹേയ്, നിനക്ക് എന്താ പറ്റിയെന്നെല്ലാം ചോദിക്കുമ്പോൾ അമീർ പറയും, ഇല്ല സാർ, ഞാൻ ഈ ഒരു ജോലി നല്ലതുപോലെ ചെയ്യും, നിങ്ങൾ എന്റെ അവസ്ഥ കണ്ടിട്ട് ഒരിക്കലും തെറ്റായിട്ട് ധരിക്കരുത്, ഞാൻ നല്ലതുപോലെ ജോലിയെല്ലാം ചെയ്യുമെന്ന് പറയുമ്പോൾ, ഓക്കെ, ആളെ കണ്ടാ പറയത്തില്ലല്ലോ ഇത്ര സ്മാർട്ടാണെന്ന് എന്ന് പറഞ്ഞിട്ട് പച്ച കളർ സീലെടുത്ത് അവന്റെ നെറ്റിയിലേക്ക് ഇങ്ങനെ കുത്തി നമ്മുടെ അമീറിനെയും ജോലിക്കെടുക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്ത എല്ലാവരെയും മറ്റൊരിടത്തേക്ക് മാറ്റുമ്പോഴത്തേക്കാണ് ഇവരെല്ലാം ജോലിക്കെടുക്കുന്ന ഒരാളുണ്ടല്ലോ, അയാൾ പെട്ടെന്ന് കൂടെ നിൽക്കുന്ന ഒരാളോട് പറയുന്നത് നമ്മുടെ അമീറിനെയാണ്, ദേ അവനെ എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയെ കാണിച്ചിട്ട് അവൻ 5ാമത് മൈൻ സെക്ഷനിലേക്ക് ഇട്ടേക്കെന്ന് പറയുമ്പോൾ അയാൾ പറയും, സാർ, അത് പുതുതായിട്ട് ജോലിക്ക് വന്ന പയ്യനല്ലേ, അവൻ അതൊന്നും താങ്ങത്തില്ല എന്ന് പറയുമ്പോൾ, ഹേയ്, ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ് എന്ന് അയാളോട് പറയുന്നത് വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോയെ 5ാമത് ആ ഒരു മൈൻ സെക്ഷനിലേക്ക് ഇടാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിലെ ഒരു മൈൻ ചെയ്യുന്ന സ്ഥലമുണ്ട്.
അവിടേക്ക് കാറിലൊരു പ്രൊഫസർ വന്ന് ഇറങ്ങാണ്. അത് കഴിഞ്ഞ് അയാൾ നേരെ അതിനകത്തേക്ക് കയറിയിട്ട് മിസ്റ്റർ ഹോസിയ എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഇയാളാണ് ഈ ഒരു മൈൻ നടത്തുന്നത്. അപ്പോൾ അയാളുടെ അടുത്തേക്ക് ആ ഒരു പ്രൊഫസർ വന്നിട്ട് ഓക്കെ നിങ്ങൾ എത്ര ദൂരം ആ ഒരു തുരങ്കം തോണ്ടിയിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം 900 മീറ്റർ ഞങ്ങൾ തോണ്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ആ ഒരു തുരങ്കത്തിനുള്ളിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു വഴി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു തുരങ്കത്തിനുള്ളിലേക്ക് കയറുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും കൂടി പറയുന്നുണ്ട്. ഇവിടെ 3 ബെല്ലാണ് അടിക്കുന്നത്. ഒന്നാമത്തെ ബെല്ലാണെങ്കിൽ ടൂൾസുകളെല്ലാം അകത്തേക്ക് കൊണ്ടുവരുന്നതാണ് അർത്ഥം. രണ്ടാമത്തെ ബെല്ലടിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനുള്ളിലേക്ക് വരുന്നെന്നും മൂന്നാമത്തെ ബെല്ലടിക്കുകയാണെങ്കിൽ എന്തോ ഒരു അപകടം നടന്നിട്ടുണ്ട്, എല്ലാവരും വെളിയിലേക്ക് വരണമെന്നാണ് അതിനർത്ഥം. അതുപോലെ ഇതാണ് ഈ ഒരു തുരങ്കത്തിനുള്ളിലേക്ക് പോയിരിക്കുന്ന ആ ഒരു റോപ്പ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ദൂരം ഉണ്ടെന്ന് മനസ്സിലാവും എന്നെല്ലാം പറഞ്ഞ് അത് കാണിക്കുമ്പോൾ ഈ ഒരു പ്രൊഫസർ ഓക്കെ ശരി എനിക്ക് ഇത് 900 മീറ്റർ പോരാ, 1000 മീറ്റർ കുഴിക്കണമെന്ന് പറയുമ്പോൾ സോറി സാർ അത്രയും ദൂരമൊന്നും ഈ ജോലിക്കാരെ കൊണ്ട് കുഴിക്കാൻ കഴിയത്തില്ല, അത് കുറച്ച് ഡേഞ്ചറാണ്, അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റും എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഫസർ പെട്ടെന്ന് അയാളുടെ കയ്യിലേക്ക് കുറച്ച് പണം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ശരി ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ ആ ഒരാളാണെങ്കിലും അതിന് സമ്മതിക്കുകയും ചെയ്യാണ്. അപ്പൊ ഈ ഒരു പ്രൊഫസറിന് വേണ്ടത് 1000 മീറ്റർ താഴേക്ക് കുഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ എന്തോ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും പണം വാങ്ങിയ ആ ഒരാളാണെങ്കിലും ശരി സാർ നിങ്ങൾ പറഞ്ഞതുപോലെ 1000 മീറ്റർ ആ ഒരു കുഴി ഞാൻ തോണ്ടിത്തരാം, നിങ്ങൾ അതിൽ പോയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നെല്ലാം പറയുന്ന അതേ സമയം 3 തവണ ആ ഒരു ബെല്ലിങ്ങനെ അടിക്കാണ്. ഇത് കേട്ട് ഇവർ വെളിയിലേക്ക് വരുമ്പോൾ ആ ഒരു മൈനിനുള്ളിൽ ജോലി ചെയ്ത ഏതോ ഒരാളുടെ കാലിനെന്തോ പരിക്ക് പറ്റിയിട്ട് അയാളെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നേക്കാണ്. അതേസമയം ഈ ഒരു ജോലിക്കാരെല്ലാം നിയന്ത്രിക്കുന്ന ഒരാളുണ്ടല്ലോ അയാൾ പെട്ടെന്ന് വന്ന് ഇയാളോട് സാർ അവന്റെ കാല് വലിയൊരു പാറ വീണിട്ട് പരിക്ക് പറ്റിയെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫസർ പെട്ടെന്ന് അയാളെ നോക്കിയിട്ടാണ് എനിക്ക് ഗുഹയ്ക്കകത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇവനെയാണ് സഹായത്തിന് വേണ്ടത് എന്ന് പറഞ്ഞ് പ്രൊഫസർ പോകുമ്പോൾ അയാൾ പറയുന്നുണ്ട് പിന്നെ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്കാണ് അവൻ ആ ഒരു കാര്യം. അങ്ങനെ അത് കഴിഞ്ഞ് റോളൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരാളെ കോസിയ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ കാണാണ്. ഓക്കെ താഴെ ജോലിയെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവനാണെങ്കിലും കുഴപ്പമില്ല എന്നെല്ലാം പറയുമ്പോൾ കോസിയ പെട്ടെന്ന് ഓക്കെ ഇപ്പോൾ നിങ്ങൾ 900 അടി മാത്രമേ തോണ്ടിയിട്ടുള്ളൂ, അതെന്തായാലും തോണ്ടി ഒരു 1000 അടി ആക്കണം എന്ന് പറയുമ്പോൾ സാർ അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, എന്റെ ജോലിക്കാരെ കൊണ്ട് അത്രയും റിസ്ക് ആയിട്ടുള്ള പണിയൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും കോസിയാണെങ്കിലും ആ ഒരു പ്രൊഫസർ കൊടുത്ത പണം എടുത്ത് കാണിച്ചിട്ടാണ് ദേ ഇത് കണ്ടോ നിങ്ങൾ ആ ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പണം നമുക്ക് കിട്ടും, നിനക്ക് നിന്റെ ജോലിക്കാർക്ക് നല്ലതുപോലെ ജീവിക്കാൻ കഴിയും എന്നെല്ലാം പറയുമ്പോൾ റോളനാണെങ്കിലും വേറെ വഴിയില്ലാതെ അതിന് സമ്മതിക്കാണ്. അതുപോലെ ആ ഒരു പ്രൊഫസർ അടുത്ത ആഴ്ചയായിരിക്കും വരുന്നത്, അതുകൊണ്ട് നീ കൂട്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ അമീറിനെ കാണിക്കുമ്പോൾ അമീർ ഇവിടെ പുതുതായിട്ടാണല്ലോ ജോലിക്ക് വന്നിരിക്കുന്നത്. അതുപോലെ സെക്ഷൻ 5 അവനെ ഇട്ടേക്കുന്നത്. അതുപോലെ അത് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഓരോ ടോക്കൺ പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിൽ അവർക്കായിട്ടുള്ള ഒരു ബാഡ്ജ് നമ്പറും ഉണ്ടാവും. അതെല്ലാവരും കയ്യിൽ വെച്ചേക്കണം, കാരണം അത് വെച്ചിട്ടായിരിക്കാം ഇവർക്ക് കുളിക്കാനുള്ള സോപ്പ് മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അപ്പൊ ഇത് കളയാതെ എല്ലാം വെച്ചേക്കണം എന്നെല്ലാം നമ്മുടെ അമീറിനോട് പറഞ്ഞിങ്ങനെ മനസ്സിലാക്കാണ്. അങ്ങനെ അമീർ ആയാലും നേരെ ജോലിക്ക് പോകാനായിട്ട് ആ ഒരു ലിഫ്റ്റിലേക്ക് കയറി നിൽക്കുന്ന സമയത്താണ് റോളൻ ഉണ്ടല്ലോ അവന്റെ ടീമിലാണ് നമ്മുടെ അമീർ ഉള്ളത്. അതുപോലെ നമ്മുടെ റോളൻ ആണെങ്കിൽ പുതുതായിട്ട് ചേർന്നത് കൊണ്ട് എല്ലാവരെയും അവനിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതാരൊക്കെയാണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പതിയെ പതിയെ മനസ്സിലാക്കാം. അതുപോലെ റോളൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇവരെല്ലാവരും പല നാടുകളിൽ നിന്നും ഇവിടേക്ക് വന്നവരാണ്. പക്ഷെ താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം ഒരിക്കലും നിങ്ങൾ കാണിക്കരുത്, കാരണം താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം മൊത്തം മാറി എല്ലാവർക്കും ഒരു ഒറ്റ നിറമായിരിക്കും, കറുത്ത നിറം എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ ആ ഒരു ലിഫ്റ്റിൽ താഴേക്ക് ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഒരുപാട് ദൂരം താഴേക്ക് ചെന്നിട്ട് നമ്മുടെ അമീർ പേടിക്കുന്നത് കാണുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും അവനെ കളിയാക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അതുപോലെ താഴെ ചെന്നതിന് ശേഷം ഇവർ നടന്നു പോകുമ്പോഴത്തേക്കാണ് അവിടുന്ന് ജോലി കഴിഞ്ഞ് വരുന്നവരുടെ മുഖമെല്ലാം കാണുമ്പോൾ ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. എല്ലാവരുടെയും മുഖവും നല്ലതുപോലെ തന്നെ കറുത്തിരിക്കുകയാണ്. അവരുടെയൊക്കെ ഒരു കഷ്ടപ്പാട് നോക്കണേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും വീണ്ടും മറ്റൊരു ലിഫ്റ്റില് കുറച്ചുകൂടി താഴേക്ക് പോവാണ്. അങ്ങനെ അവസാനം ഇവരെല്ലാവരും ജോലി ചെയ്യുന്ന ഒരു തുരങ്കത്തിലേക്ക് എത്തി. അവിടെ ചെന്നിറങ്ങി നോക്കുമ്പോൾ നല്ല ഇരുട്ടുണ്ട്. വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കാൻ കഴിയത്തുള്ളൂ. അകത്തേക്ക് പോകുമ്പോഴത്തേക്കും ഷിഫ്റ്റ് കഴിഞ്ഞവരെല്ലാം തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു തുരങ്കത്തിനുള്ളിലുണ്ടല്ലോ പോളോ എന്ന് പറഞ്ഞ ഒരുത്തൻ ഇവരോടൊപ്പമുള്ള അവനൊരു കുതിര ഇങ്ങനെ വളർത്തുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ ടൂൾസും മറ്റു കാര്യങ്ങളെല്ലാം ഒരിടത്ത് നിന്ന് മറ്റിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതുമല്ല മറ്റൊരു കാര്യം കൂടി നോക്കണം, ആ ഒരു കുതിരയ്ക്ക് കണ്ണ് കാണാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ അമീർ ആണെങ്കിലും തിരിച്ചു വരുന്നു. വന്നതിന് ശേഷം അവന്റെ മുഖമെല്ലാം കറുത്തിരിക്കുന്നത് കൊണ്ട് നല്ലതുപോലെ കുളിച്ച് അങ്ങനെ ഈ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞിരുന്നില്ല ആ ഒരു പ്രൊഫസർ അയാളിപ്പോൾ ഇവിടേക്ക് വരികയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ റോളൻ എല്ലാവരോടും ആ ഒരു പ്രൊഫസറിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഇദ്ദേഹം നമ്മളോടൊപ്പം താഴേക്ക് വരാൻ പോവാണ്, അവിടെ എന്തോ റിസർച്ചും മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി എന്നെല്ലാം പറഞ്ഞേ. അപ്പോൾ ആ ഒരു പ്രൊഫസർ ചോദിക്കും, അല്ല നിങ്ങൾ 1000 അടി തോണ്ടിയെന്ന് ചോദിക്കുമ്പോൾ 1000 അടിയെല്ലാം തോണ്ടിയിട്ടുണ്ട്, എന്താ അവിടെ നിന്ന് നിധിയുണ്ടോ, വാ നമുക്ക് താഴേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് ആ ഒരു പ്രൊഫസറിനെ കൂട്ടി നേരെ ആ ഒരു തുരങ്കത്തിലേക്ക് വരികയാണ്. എന്നിട്ട് ഒരുപാട് ദൂരം നടന്നു വന്നിട്ട് ദേ നിങ്ങൾ പറഞ്ഞ 1000 അടി ആയിട്ടുണ്ട്, അല്ല ഇവിടെ ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഓ ഇവിടെയോ, ഇവിടെ ഞാൻ മറ്റൊരു ഹോൾ ഇടാൻ പോവാണ്, എന്താണെന്ന് വെച്ചാൽ തുരങ്കത്തിനുള്ളിൽ മറ്റൊരു തുരങ്കം എന്നും പറഞ്ഞിട്ട് ആ ഒരു പ്രൊഫസർ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഇവരെല്ലാവരും ഒരു ബോംബ് സെറ്റ് ചെയ്ത് അത് പൊട്ടിത്തെറിക്കുന്നതും
കാണിക്കുമ്പോഴത്തേക്കും പ്രൊഫസർ പറഞ്ഞത് ശരി തന്നെയാണ്. ഈ ഒരു തുരങ്കത്തിനടിയിൽ മറ്റൊരു തുരങ്കമുണ്ട്. ഷടാ, ഇതെങ്ങനെ ഈ ഒരു പ്രൊഫസറിന് ഇത്ര കൃത്യമായിട്ട് അറിയാം എന്നെല്ലാം ബാക്കിയുള്ളവരെല്ലാം അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കാണ്. അത് നല്ല ആഴത്തിലുള്ളൊരു കുഴി. അപ്പോഴേക്കാണ് പോളോ എന്ന് പറഞ്ഞ അവൻ പറയുന്നത്, ഹേയ്, ഞാൻ എന്റെ കുതിരയെ കൂട്ടി മാത്രമേ ഇതിനുള്ളിലേക്ക് വരത്തുള്ളൂ എന്ന് പറയുന്നതും നമ്മുടെ റോളൻ ചോദിക്കും, അല്ല സാർ, നിങ്ങളിപ്പോൾ ഇതിനകത്ത് പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിക്കുന്നതും ആ ഒരു പ്രൊഫസർ ആണെങ്കിലും ഇവരോട് മറുപടിയൊന്നും പറയത്തില്ല. ഇത് കാരണം നമ്മുടെ റോളൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അയാളുടെ കയ്യിലിരിക്കുന്ന ഒരു ബുക്ക് എടുത്ത് ഈ ഒരു കുഴിയിലേക്ക് ഇടും. വേറെ വഴിയില്ലാതെ നമ്മുടെ പ്രൊഫസർ ആ ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി ആദ്യം ഇറങ്ങിയേ പറ്റൂ. അതുകൊണ്ട് പ്രൊഫസർ ആദ്യം ഇറങ്ങിയിട്ട് ഓക്കെ ശരി സേഫ് ആണെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവരെയും അവിടേക്ക് ഇറക്കാണ്. അങ്ങനെ എല്ലാവരും താഴേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അത് വലിയൊരു അറ പോലെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഫസർ ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ എനിക്ക് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ റോളൻ പറയും, അതൊക്കെ കഴിയും സാർ, ഒരു കുഴപ്പമില്ല. ഞാൻ നിങ്ങളൊരു കഥ പറയട്ടെ. 100 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ കുറച്ച് പേര് വന്ന് ഈ ഒരു തുരങ്കം തോണ്ടിയിട്ടുണ്ട്. അതും ഏകദേശം ഒരു 30-40 പേരുണ്ടാവും. ആ ഒരു സമയത്ത് ആ ഒരു തുരങ്കം കംപ്ലീറ്റ് ആയിട്ട് മൂടുകയാണ് ചെയ്തത്. അപ്പോഴേക്കും അവരുടെ കൂടുതലുള്ള ലൂയിസ് എന്ന് പറഞ്ഞ ഒരുത്തൻ ചോദിക്കും, അല്ല അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട്, ഉള്ളിലുള്ളവരെല്ലാം മരിച്ചുപോയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അതൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷേ ഉള്ളിലുണ്ടായിരുന്ന ഒരുപാട് സോൾജേഴ്സ് ഇതിനകത്ത് കിടന്ന് തന്നെ മരിക്കുമായിരുന്നു. അവർക്കെല്ലാം എന്ത് സംഭവിച്ചെന്ന് പോലും നമുക്കറിയത്തില്ല. ഇനി ഒരു പക്ഷേ മറ്റൊരു വഴിയിലൂടെ പോയോ ഇല്ലയോ എന്ന് പോലും ആർക്കും അറിയത്തില്ല. പക്ഷെ ഇത്രയും കാലമായിട്ടും അവരുടെ ഡെഡ് ബോഡി ഇതുവരെയും ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം റോളൻ എല്ലാവരോടും ഇങ്ങനെ പറയാണ്. അങ്ങനെ ഇതെല്ലാം പറയുന്ന അതേ സമയത്ത് ആ ഒരു പ്രൊഫസർ പെട്ടെന്ന് ഇവരെയൊന്നും വിളിക്കാതെ മറ്റൊരു വശത്തേക്ക് നടന്നിങ്ങനെ പോകുന്നു. അപ്പോൾ ഇവരായാലും ഇയാളെന്താ ഒറ്റയ്ക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അയാളുടെ പുറകെ തന്നെ നടന്നിങ്ങനെ ചെല്ലാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് അവിടെയുള്ള പാറകളെല്ലാം വ്യത്യസ്തമായിട്ടിരിക്കുന്നു. അപ്പോൾ റോളൻ പറയും, ഇതെല്ലാം ലൈം സ്റ്റോൺ ആണ്, ഈ ചുണ്ണാമ്പ് കല്ലുകളുണ്ടല്ലോ, അതുപോലെ അത് ചെത്തി വെച്ചിരിക്കുന്ന ഒരു രീതി കാണുമ്പോൾ ലൂയിസ് പറയുന്നുണ്ട്, ഓ അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു സ്റ്റോറി ശരി തന്നെയാണ്. വർഷങ്ങൾക്ക് മുന്നേ നമ്മളെ പോലെയുള്ള തുരങ്കം തോടുന്നവർ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടല്ലേ, ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് അതാണ് തോന്നുന്നത്. അപ്പോൾ റോളൻ പറയും, അതേ ശരി തന്നെയാണ്, ഈ ഒരു സ്ഥലത്താണ് ആ ഒരു സംഭവം നടന്നത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ആ ഒരു പ്രൊഫസറെ കണ്ടുപിടിക്കണമെന്ന് ചോദിക്കുമ്പോൾ അതെ, നമുക്ക് തീർച്ചയായിട്ടും അയാളെ കണ്ടുപിടിച്ചേ പറ്റൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോണസോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെല്ലാവരുമായിട്ട് ആ ഒരു പ്രൊഫസറിനെ അന്വേഷിച്ച് അങ്ങനെ നടക്കാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരിടത്തെത്തുമ്പോഴത്തേക്കും ഇത് രണ്ടായിട്ട് പിരിയുന്നു. അങ്ങനെ അവർ രണ്ടു വഴിക്കായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അമീർ പെട്ടെന്ന് അവിടെ നിന്നിട്ട്, അല്ല ഞാനിപ്പോൾ ആരോടൊപ്പം വരേണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ റോളൻ പറയും, നിനക്ക് ഏത് വഴി വേണമെങ്കിലും പോവാം എന്ന് പറയുന്നതും അമീർ, ലൂയിസ്, സാന്റോ എന്ന് പറഞ്ഞ രണ്ടുപേരുടെ പുറകെ ഇങ്ങനെ പോവാണ്. അങ്ങനെ നമ്മുടെ അമീർ, ലൂയിസ്, സാന്റോ ഇവര് മൂന്നുപേരും ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഒരാളുടെ അസ്ഥി ഇങ്ങനെ കിടക്കാണ്. വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ ആരും ഒരാളാണ്. അപ്പൊ ആ ഒരു കാര്യം ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ലൂയിസും സാന്റോയും ചെന്നിട്ട് അയാളെ ഇങ്ങനെ പരിശോധിക്കാണ്. അതിൽ ലൂയിസിനാണ് അത്രയും ആക്രാന്തം, വേറെ ഒന്നുമല്ല, അയാളുടെ ശരീരത്തിൽ നിന്ന് പണമോ സ്വർണമോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ സാന്റോയ്ക്ക് എന്തോ ഒരു കല്ല് പോലെ എന്തോ കിട്ടുന്നു. ഇത് കാണുമ്പോൾ ലൂയിസ് പെട്ടെന്ന്, ഹേയ് അതെനിക്ക് താന്ന് പറഞ്ഞ് അത് വാങ്ങിയിട്ട് ഇത് വെളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വില കിട്ടുമെന്നും പറഞ്ഞിട്ട് അവന്റെ ബാഗിൽ ഇങ്ങനെ ഇട്ടേക്കാണ് ആക്രാന്തം പിടിച്ചവൻ. അതേസമയം നമ്മുടെ അമീർ പെട്ടെന്ന് എഴുന്നേറ്റ് അടുത്തുള്ളൊരു ചുമരിലേക്ക് നോക്കുമ്പോൾ അവിടെ രക്തം വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അമീർ ആണെങ്കിലും ഒരു അറബി ആയതുകൊണ്ട് അവൻ അറബിക് വാക്കുകളെല്ലാം വായിക്കാൻ കഴിയും. അത് വായിച്ചു നോക്കുമ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് ഇതിനു മുന്നേ വന്നവര് പാപമോചനം ചെയ്തവരാണ്. ഇപ്പൊ എന്തായാലും അത് ഉറങ്ങാണ്, പക്ഷെ അത് എന്തായാലും എഴുന്നേറ്റ് വരും, അതിരുട്ടിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളെ എല്ലാവരെയും കൊല്ലും എന്നെല്ലാം വായിച്ചിട്ടാണ് സാന്റോ ചോദിക്കുന്നത്, അല്ല അപ്പൊ നമ്മളെല്ലാവരും ശപിക്കപ്പെട്ടവരാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ പുറകെ അത് കണ്ട് അവർ പേടിച്ചേറി നിൽക്കുന്നതും അത് ലൂയിസ് ചെയ്ത കാര്യമായിരുന്നു, അവരെ പേടിപ്പിക്കാൻ വേണ്ടി. ഇത് നിനക്ക് തമാശയുള്ള സമയമാണോ എന്നെല്ലാം പറഞ്ഞിട്ട് ബാ നമുക്ക് പോവാന്ന് പറയുമ്പോൾ മറ്റൊരിടത്ത് നിന്ന് എന്തോ ഒരു വെളിച്ചം കേൾക്കുന്നു. ഇവരടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ നിന്നും മൈക്കിൾ എന്ന് പറഞ്ഞ ഒരുത്തം പെട്ടെന്ന് വന്നിട്ട്, ഹേയ് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, നമുക്ക് പോവാം, നിങ്ങൾ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലൂയിസ് പറയും, ഇവിടെ ഇതിനു മുന്നേ വർക്ക് ചെയ്തിരുന്ന ഒരാളുടെ ശരീരം കണ്ടിരുന്നു. അപ്പോൾ മൈക്കിൾ പറയും, അതെ ഞാനും കണ്ടിരുന്നു അതേപോലെ എന്നും പറഞ്ഞ് ഇവരെല്ലാവരും മറ്റൊരിടത്തേക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ പ്രൊഫസർ ഒരിടത്ത് നിന്നിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാണ്. അതിന്റെ ഫ്ലാഷ് ലൈറ്റ് അടിക്കുമ്പോൾ റോളൻ ആ ഒരു വശത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, ഇയാൾക്കിപ്പോ എന്താ വേണ്ടത്, നമ്മളെല്ലാവരും ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് വെറുതെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. എന്തായാലും അയാൾ എന്തോ ഒരു കാര്യം നമ്മളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, അതെന്താണെന്ന് ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് എല്ലാവരുടെ ഹെഡ്ലൈറ്റ് അണയ്ക്കാൻ പറഞ്ഞിട്ട് ആ ഒരു പ്രൊഫസറിന്റെ കഴുത്തിലേക്ക് വന്ന് പിടിച്ചിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടേ, എന്താ നിങ്ങൾ അന്വേഷിക്കുന്നത്, ഞങ്ങളെല്ലാവരും ഇതുപോലെ ഇട്ട് കഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പ്രൊഫസർ ആയാലും പ്ലീസ് എന്റെ വീട് ഞാൻ പറയാന്നെല്ലാം പറഞ്ഞിട്ട് റോളൻ ആണെങ്കിലും പിടിവിടുന്ന സമയത്താണ്, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ എല്ലാവരും മണ്ടന്മാരാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്ത് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി മാത്രമേ നിങ്ങളെ കൊണ്ട് കഴിയത്തുള്ളൂ. നിങ്ങൾക്കൊരു സത്യം അറിയോ, ഈ ഒരു ഗുഹയ്ക്കകത്ത് ഒരുപാട് നിധിയുണ്ട്, അതും അളവില്ലാത്ത കണക്കിന്. അത് കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വന്നത്. അതെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ പിന്നെ ഈ ഒരു തുരങ്കത്തിൽ കിടന്ന് ജോലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ ജീവിക്കാൻ കഴിയും. ചരിത്രമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് നമ്മളെല്ലാവരും പിന്നെ രാജാക്കന്മാരാണ് എന്നെല്ലാം ഇങ്ങനെ പറയാണ്. അതുമല്ല ആ ഒരു പ്രൊഫസർ ആണെങ്കിൽ അടുത്തുള്ളൊരു ചുമര് കണ്ടിട്ട് ദേ ഇതിനുള്ളിലായിരിക്കണം ആ ഒരു നിധിയുള്ളത് എന്ന് പറയുമ്പോൾ റോളൻ പെട്ടെന്ന് മൈക്കിനോട് ചോദിക്കും,
അല്ല ഈ ഒരു ചുമര് ഉടയ്ക്കാൻ കഴിയുമെന്ന് ചോദിക്കും. അപ്പോൾ മൈക്കിൾ പറയും അതൊന്നും കുഴപ്പമില്ല, ഈസിയാണ്, ഇതെല്ലാം പെട്ടെന്ന് തന്നെ തകർക്കാൻ കഴിയും എന്നെല്ലാം പറഞ്ഞിട്ട് അത് ചെറിയൊരു ബോംബ് വെച്ചിട്ട് തകർത്തിട്ട് അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ തൂണുകൾ പോലെ എന്തൊക്കെയോ ഇങ്ങനെയുണ്ട്. അതേപോലെ അതിനകത്തെല്ലാം എന്തൊക്കെയോ വാക്കുകൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അത് പണ്ടത്തെ ആളുകൾ ചെയ്തിട്ടുള്ളതാണ്. അതേസമയം അവിടേക്ക് വന്ന നമ്മുടെ പ്രൊഫസർ ആണെങ്കിലോ കുറച്ച് മണ്ണെല്ലാം സാമ്പിൾ എടുത്ത് വെക്കുന്നു. പിന്നെ അയാളുടെ സഹായത്തിനായിട്ട് വിളിക്കുന്നത് നമ്മുടെ അമീറിനെയാണ്. കാരണം ഈ ഒരു കൂട്ടത്തില് കുറച്ച് പാവമായിട്ടുള്ളത് നമ്മുടെ അമീർ മാത്രമാണ്. അതേസമയം റോളൻ അവിടേക്ക് വന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, നമുക്ക് പോവാമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പ്രൊഫസർ പറയും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് അയാൾ ഫോട്ടോ എടുക്കുന്ന സമയത്താണ് നമ്മുടെ ലൂയിസ് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് അതിലേ ഞാൻ ഒരു വഴി കണ്ടു, നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ലൂയിസ് ആ ഒരു വഴിക്ക് പോകുമ്പോൾ റോളൻ പറയുന്നുണ്ട് ലൂയിസ് നീ ആ ഒരു വഴിക്ക് പോകരുത്, നമുക്ക് തിരിച്ചു പോവാന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് ഓടി അതിനകത്ത് ഇങ്ങനെ കയറി പോവാണ്. അങ്ങനെ എല്ലാവരും ലൂയിസിന്റെ പുറകെ നടന്ന് ആ ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് സോൾജേഴ്സ് ഉണ്ടല്ലോ, കാവൽക്കാര്. അവർ ഈ ഒരു കാവലിരുന്ന് മരിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഒരുപാട് പേര് അവിടെ കാവലിരുന്ന് മരിച്ച അവരുടെ അസ്ഥികളും മറ്റും കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് അല്ല ഇവരെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരുന്ന് മരിച്ചേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രൊഫസർ പറയും ഇവരെല്ലാം എന്തിനെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാവലിരുന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഗ്രൂപ്പായിട്ട് ഇരുന്ന് തന്നെ മരിച്ചുപോയത്. അതേസമയം നമ്മുടെ അമീർ ആണെങ്കിലോ പെട്ടെന്ന് കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഇവിടെ ഇരുന്നത് എന്നിങ്ങനെ ചോദിച്ച് കാണിക്കുമ്പോൾ അത് പഴയ കാലത്തെ ഒരു കല്ലറയാണ്. അപ്പൊ ഈ ഒരു കല്ലറയാണെങ്കിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. ഇത് കാണുമ്പോൾ നമ്മുടെ പ്രൊഫസർ പെട്ടെന്ന് ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത്. അപ്പോൾ റോളൻ ചോദിക്കും അല്ല ഇത് എന്ത് പൊക്കേഷമാണ്, ഇതിനെ പറ്റിയുള്ള ചരിത്രം എന്താണെന്നെല്ലാം ചോദിക്കുമ്പോൾ 25 വർഷമായിട്ട് ഞാൻ ഇതിന്റെ പുറകെയാണ്, അതെല്ലാം ഇപ്പോൾ ഇവിടെ വെച്ച് പറയാൻ കഴിയത്തില്ല. അപ്പോൾ റോളൻ പറയും ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോയാലോ. അപ്പോൾ ആ ഒരു പ്രൊഫസർ ശരി ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തോട്ടെ എന്നും പറഞ്ഞ് ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഇവരെല്ലാവരും അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. അതേസമയം പോളോ എന്ന് പറഞ്ഞവനുണ്ടല്ലോ അവൻ എപ്പോഴും ആ ഒരു കുതിരയോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഇവർ തിരിച്ചു വരുമ്പോൾ അവൻ ആ ഒരു കുതിരയുടെ തന്നെ നിൽപ്പുണ്ട്. അതേസമയമാണ് പെട്ടെന്ന് കാണിക്കുമ്പോൾ ആ ഒരു കുതിരയ്ക്ക് എന്തോ പറ്റിയതുപോലെ അത് പെട്ടെന്ന് പേടിച്ച് മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നു. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ഇവര് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറാനായിട്ടുള്ള ഒരു വഴിയുണ്ട്, അത് മൊത്തത്തിൽ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നു. ഇത് കണ്ട് എല്ലാവരും പല വഴിക്കായിട്ട് അങ്ങനെ പേടിച്ചോടി നിൽക്കുന്നതും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ റോളെ എല്ലാവരുടെയും പേര് വിളിച്ചിട്ട് നിങ്ങൾ എല്ലാവരും സേഫ് ആണെന്നല്ല ചോദിക്കുന്ന സമയത്ത് സാന്റൻ എന്ന് പറഞ്ഞ ഒരുത്തൻ മാത്രം ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ എല്ലാവരും ചുറ്റിനെ നോക്കുന്ന സമയത്താണ് കാണിക്കുമ്പോൾ സാന്റന്റെ കാലിലേക്ക് ഒരു വലിയ കല്ല് വന്ന് വീണിട്ട് അവന്റെ കാല് പൊട്ടി എല്ല് കാണാൻ പറ്റുന്ന അവസ്ഥയിൽ അത് മുറിഞ്ഞ് അവൻ അങ്ങനെ കിടക്കാണ്. അങ്ങനെ സാന്റനെ എടുത്ത് ഒരിടത്തേക്ക് ഇരുത്തിയിട്ടാണ് റോളൻ പറയുന്നത് ആരും പേടിക്കണ്ട, എന്തായാലും മുകളിലുള്ളവര് ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് ഇവിടേക്ക് വരും, ഈ ഒരു ശബ്ദം എന്തായാലും അവർക്ക് കേട്ട് കാണും എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു പ്രൊഫസർ പറയും ഇല്ല ആരും വരാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ റോളൻ പ്രൊഫസർ ഇത് നിങ്ങളുടെ ജോലിയാണെന്ന് ചോദിക്കുന്നതും പ്രൊഫസർ പറയും അതെ ഞാൻ ഈ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ആരും മുകളിലുണ്ടാവരുതെന്ന് ഞാൻ ഗവൺമെന്റിനോട് ചോദിച്ചിരുന്നു, അതനുസരിച്ച് എല്ലാവരും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് പറയുന്നതും ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടാവും. ഇത് കേട്ട് നമ്മുടെ റോളൻ പെട്ടെന്ന് ആ ഒരു പ്രൊഫസറിന്റെ കഴുത്ത് പിടിച്ചിട്ട് നിങ്ങൾ കാരണമാണ് ഇപ്പൊ ഇതെല്ലാം സംഭവിച്ചത്, എന്റെ ഒരാളുടെ കാലൊടിഞ്ഞ് വയ്യാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്, അവൻ എന്ത് സമാധാനം പറയണ്ടേ. അപ്പോൾ റോളൻ പറയും ശരി ഇവിടെ എവിടെയെങ്കിലും വെടിമരുന്നോ മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്ക്, അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് മറ്റൊരു വഴി കണ്ടുപിടിച്ച് മുകളിലേക്ക് പോകാനായിട്ട് നോക്കാം എന്ന് പറയുമ്പോൾ ലൂയിസ് പോളോ അമീർ ഇവർ മൂന്നുപേരും പല വഴിക്കായിട്ട് ഇങ്ങനെ ഓടുകയാണ്. അങ്ങനെ അവർ മൂന്നുപേരും പല വഴിക്കായിട്ട് ഓടിയിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് നമ്മുടെ അമീർ ആ ഒരു കല്ലറ കണ്ടുപിടിച്ചല്ലോ. ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ചുമരിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എന്തൊക്കെ ശബ്ദം കേൾക്കുന്നു. അവൻ അവിടേക്ക് ചെവി വെച്ച് അങ്ങനെ കേൾക്കാണ്. അതേസമയം അപ്പുറത്ത് നിന്ന് എന്തോ ശബ്ദം കേട്ട് അവൻ ആ ഒരു വശത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ലൂയിസ് പെട്ടെന്ന് വന്ന് അവനെ പേടിപ്പിക്കും. അപ്പോൾ അമീർ പറയും വെടിമരുന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനല്ലേ നിങ്ങളെ പറഞ്ഞു വിട്ടെ, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കൂടുതലൊന്നും മിണ്ടരുത്, അകത്തേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കും, ഈ ഒരു കാര്യം വേറെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് എന്നും പറഞ്ഞിട്ട് അമീറിനെ വിളിച്ച് അകത്തേക്ക് പോണ ആ ഒരു കല്ലറ ഉണ്ടല്ലോ ആ ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവന്മാരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ ഒരു കല്ലറ ഉണ്ടല്ലോ അത് തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട നമ്മുടെ അമീർ പറയും ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല, ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് വന്ന് സഹായിക്കും, ഇതിനകത്ത് സ്വർണം രത്നം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും, കാരണം പുരാതന കാലത്ത് ഇവിടെയുള്ള ആ ഒരു കാര്യത്തെ എല്ലാവരും ദൈവമായിട്ട് കണ്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരാളെ വെച്ച് അടക്കി കഴിഞ്ഞാല് എന്തായാലും സ്വർണവും മറ്റു കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും, അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് തുറക്കാൻ കഴിയത്തില്ല, നീയും കൂട്ടി സഹായിക്കണമെന്ന് പറഞ്ഞ് അമീറിനെ വിളിച്ച് ഇവർ ആ ഒരു കല്ലറ അങ്ങനെ തുറക്കുകയാണ്. അതേസമയം വെളിയിൽ കാണിക്കുമ്പോൾ റോളൻ മിക്കേൽ എന്ന് പറഞ്ഞിട്ട് വേറൊരാളുണ്ട്. ഇവര് രണ്ടുപേരും സാന്റിനെ പറ്റി എന്നെ സംസാരിക്കാണ്. നോക്ക് ആ ഒരു പ്രൊഫസർ കാരണം നമ്മുടെ സാന്റിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്ക്, ഇതേ സ്ഥലത്ത് ആ ഒരു പ്രൊഫസറാണ് ഇങ്ങനെ കിടന്നിരുന്നെങ്കിൽ. അപ്പോൾ റോളൻ പറയും അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്, അയാൾ എന്തോ കാര്യം അന്വേഷിച്ചാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്, അതുമല്ല അയാൾ പറഞ്ഞത് കേട്ടില്ലേ ആ ഒരു കല്ലറയിലുള്ള കാര്യം, അതിനെ എല്ലാവരും ദൈവമായിട്ടാണ് കണ്ടിരുന്നത്. കൂടാതെ ആ ഒരു കല്ലറ അതിനെപ്പറ്റി ഗവൺമെന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പോലും കഴിയത്തില്ല, ഈ ഒരു സ്ഥലം മൊത്തമായിട്ട് സീൽ ചെയ്യും, നമ്മുടെ ജോലിയും നഷ്ടപ്പെടും എന്നെല്ലാം പറയുന്ന സമയത്ത് ആ ഒരു പ്രൊഫസർ വന്നിട്ട് നമുക്ക് സാന്റന്റെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്,
ബാക്കിയുള്ളവരെല്ലാം എവിടെ, നമുക്ക് മുകളിലേക്ക് പോകേണ്ടത് ചോദിക്കുമ്പോൾ ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ഇവര് മൂന്നുപേരും ഈ ഒരു കല്ലറ തുറക്കല്ലേ. അതുപോലെ ഇവർ എത്ര ശ്രമിച്ചിട്ടും അത് തുറക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മുടെ അമീർ മാറിപ്പോയിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ആരും നമ്മളെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. പക്ഷെ ഇതിനുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവരാരെയും നോക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞ അമീറിനെ വീണ്ടും കൊണ്ടുവന്നിട്ട് ഇവർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന് മുകളിൽ എന്തോ ഒരു ഹോളുണ്ട്. അപ്പോഴേക്കാണ് ലൂയിസിന്റെ കയ്യിൽ സാൻഡോ എടുത്തു കൊടുത്ത ആ ഒരു കല്ലുണ്ടല്ലോ, ആ ഒരു കാര്യം ഇതുമായിട്ട് മാച്ച് ആവുന്നത് പോലെ അവൻ പെട്ടെന്ന് അതെടുത്ത് ഇതിന് മുകളിലേക്ക് വെക്കുന്നതും ഈ ഒരു കല്ലറ താനെ അങ്ങനെ തുറക്കാണ്. തുറന്ന് അതിൽ നോക്കുമ്പോൾ അതിനകത്ത് നിറയെ രത്നങ്ങള്. ഇത് കാണുന്നത് ലൂയിസും പോളും ഉണ്ടല്ലോ, അവര് രണ്ടുപേരും ആക്രാന്തത്തോടെ ഇതെല്ലാം ഇങ്ങനെ പെറുക്കിയെടുക്കാണ്. പക്ഷെ നമ്മുടെ അമീർ മാത്രം അതൊന്നും ചെയ്യുന്നില്ല. അവൻ ഇതിനോടൊന്നും താല്പര്യമില്ലാത്തതുപോലെ. അപ്പോൾ ലൂയിസ് ആണെങ്കിൽ അമീറിനെ പിടിച്ചിട്ട് ഏയ് നീ ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യം വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അവിടെ വെച്ച് ഞാൻ കൊല്ലും എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ അമീറിനെ അവിടെ നിന്നും അടിച്ചോടിക്കുകയാണ്. അമീർ ആണെങ്കിലും കുറെ ദൂരം കരഞ്ഞുകൊണ്ട് വന്നിട്ട് നിങ്ങൾ എന്തുണ്ടെങ്കിലും ചെയ്തോ, ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് ഒരിടത്ത് വന്ന് ഇങ്ങനെ കരയുന്നു. അതേസമയം ഇവന്മാര് രണ്ടുപേരും ഇതെല്ലാം എടുത്തിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് പോവുകയല്ലേ വേണ്ടത്. പക്ഷെ അവര് രണ്ടുപേരും അവിടെ തന്നെ നിന്നിട്ട് അതിലെ ലൂയിസ് ആണ് അവിടെ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരം ഉണ്ടല്ലോ, ഈ എല്ലും കൂടെ ആയിട്ട് കിടക്കുന്ന അതിലേക്ക് ഇങ്ങനെ മൂത്രം ഒഴിക്കും. അപ്പോൾ പോളെ ചോദിക്കുന്നുണ്ട്, ഏയ് ലൂയിസ് ഇതിന്റെ എല്ലാം വല്ല ആവശ്യമുണ്ടോ, എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്ക് മൂത്രം ഒഴിക്കാൻ തോന്നി, ഞാൻ മൂത്രം ഒഴിച്ചു, അത്ര മാത്രമേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ലൂയിസ് അവിടെ നിന്ന് സിഗരറ്റ് വലിക്കാൻ പോവാണ്. അപ്പോഴേക്കും പോളോ പറയും ഏയ് അടങ്ങിയിരിക്കും, ഇവിടെ എന്തെങ്കിലും ഗ്യാസ് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ നീ കത്തിക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഗ്യാസും ഇല്ല, നീ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ലൈറ്റർ എടുത്ത് ഇങ്ങനെ കത്തിച്ച്. പോളോ ആ ഒരു കല്ലുകളൊക്കെ എടുത്തല്ലോ ആ ഒരു ബാഗിൽ ഇങ്ങനെ തട്ടിയിട്ടാണ് എന്താ എന്നെക്കാൾ കൂടുതൽ വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പോളോ പറയും അത് വേറെ ഒന്നുമല്ല, വെളിയിലെ കാലിൽ പരികൊറ്റി കിടക്കുന്ന സാൻഡനില്ലേ അവനും എന്തെങ്കിലും കൊടുക്കണം, കാരണം അവൻ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നതല്ലേ, അതുകൊണ്ടാണ് ഇത്ര എടുത്തതെന്ന് പറഞ്ഞിട്ട് അവനും അങ്ങനെ ഇരിക്കുന്നതും. അതേസമയം പുറകിൽ ആ ഒരു കല്ലറയെ കാണിക്കുമ്പോൾ ആഹാ വേറൊന്നുമല്ല, ഒരു വലിയ കൈ ആ ഒരു കല്ലറയിൽ നിന്നും വെളിയിലേക്ക് ഇങ്ങനെ വരുന്നു. അതുമല്ല എന്തോ ഒരു രൂപം എഴുന്നേറ്റ് ഇവരുടെ പുറകെ ഇങ്ങനെ നിൽക്കുന്നതും ഇവർ രണ്ടുപേരും എന്താണ് ശബ്ദം എന്നറിയാൻ വേണ്ടി പുറകിലേക്ക് അങ്ങനെ നോക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ രണ്ടുപേരും അലറി വിളിച്ചിട്ട് നമ്മുടെ അമീറിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരാണ്. അപ്പൊ അമീർ ചോദിക്കും അല്ല എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവര് പറയും ഇല്ലില്ല ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് ഓടുന്ന പറഞ്ഞിട്ട് ഇവർ മൂന്നുപേരും ഇപ്പോൾ ഓടാണ്. അതേസമയം ഈ ഒരു ശബ്ദം നമ്മുടെ റോളനൊക്കെ കേട്ടിട്ട് ഇവരെ നോക്കുമ്പോഴത്തേക്കാണ് അവർ മൂന്നുപേരും ഓടി ഇങ്ങനെ വരുന്നു. അപ്പൊ അടുത്തേക്ക് വരുമ്പോൾ റോളൻ ചോദിക്കും അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ലൂയിസ് പറയും ഇല്ലില്ല ഞങ്ങൾ ആ ഒരു കല്ലറ അടുത്തേക്ക് പോയി, പക്ഷെ അവിടെ ആ ഒരു ശവം അത് എഴുന്നേറ്റു, അതിന് ജീവനുണ്ടെന്നെല്ലാം അങ്ങനെ പറയുമ്പോൾ ഏയ് നീ എന്താ ഭ്രാന്ത് പറയാണോ, ഈ ഒരു ഗോയ്ക്കുള്ളിലുള്ള എല്ലാ മരിച്ച മനുഷ്യർക്കും ജീവൻ വന്നു എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അതൊന്നുമല്ല, ആ ഒരു കല്ലറയ്ക്കുള്ളിലെ ഒരു ശവം ഉണ്ടായിരുന്നു അതാണ് എഴുന്നേറ്റത് എന്നെല്ലാം അവൻ ഇങ്ങനെ പേടിച്ച് പറയുന്നു. അതേസമയം താഴെ കിടക്കുന്ന സാൻഡനുണ്ടല്ലോ അവൻ പെട്ടെന്ന് മുന്നിലേക്ക് ഇങ്ങനെ കൈ കാണിച്ചിട്ട് അതിങ്ങനെ നോക്കുന്നു പറയുന്നതും നമ്മുടെ പോളോടെ പുറകെ ആ ഒരു രൂപം അങ്ങനെ വന്ന് നിൽക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ പോളോയെ അങ്ങനെ പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോകുന്നതും ഇവരെല്ലാവരും അതിന്റെ പുറകെ ഇങ്ങനെ ഓടാണ്. ഓടി ചെല്ലുമ്പോഴത്തേക്കും പോളോയുടെ ബാഗ് മാത്രമേ അവിടെ കിടക്കുന്നുള്ളൂ, അവൻ എവിടെയെന്ന് കാണാനില്ല. കുറച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ രക്തം കിടക്കുന്നു. അത് ഫോളോ ചെയ്ത് എല്ലാവരും ചെല്ലുമ്പോൾ കാണിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോളോയുടെ തല ശരീരം എല്ലാം രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ കിടക്കാണ്. ഇത് കണ്ട് ഇവർ പേടിച്ചങ്ങനെ നിൽക്കുന്നതും അങ്ങനെ തലയും ശരീരവും രണ്ടു വശങ്ങളിലായിട്ട് കിടക്കുന്ന കാണുന്നതും മികയിൽ വന്നിട്ട് എന്താ പറയുന്നത് വെച്ചാൽ ശരി ഇവന്റെ ശരീരം നമുക്ക് എന്തായാലും വെളിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അവന്റെ ശരീരം എടുത്ത് ഇങ്ങനെ മൂടി വെക്കുകയാണ്. അതേസമയം ആ ഒരു പ്രൊഫസർ അവിടേക്ക് വന്നിട്ട് അല്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇവർ കാര്യം പറയും ഓ അങ്ങനെയാണല്ലേ ശരി എങ്കിൽ ഇവനെ ഞാൻ 2 ഫോട്ടോ എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് എന്താ ഭ്രാന്താണോ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് മീക്കയിൽ നല്ല രീതിയിൽ ദേഷ്യപ്പെടുമ്പോൾ ആ ഒരു പ്രൊഫസർ വരും അയ്യോ എന്റെ ബാഗ് ഞാൻ ഒരു കല്ലറയുടെ അടുത്ത് വിട്ടിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ വേറെ എന്തൊക്കെയാണ് പറയുന്നത്. ഇതും കൂടി കേൾക്കുന്നത് നമ്മുടെ മികയിൽ നല്ലതുപോലെ ദേഷ്യം വന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇയാൾക്ക് എന്താ ഒരു മാറ്റില്ലാത്തെന്നെല്ലാം പറഞ്ഞ് വഴക്കിടുന്നതും റോളം വന്നവനെ തടഞ്ഞിട്ടാണ് ഹേയ് നിർത്ത് എന്നും പറഞ്ഞ് ആ ഒരു പ്രൊഫസറിനോട് ചോദിക്കും അല്ല ഇതെന്താ ഇത്. അപ്പൊ ആ ഒരു പ്രൊഫസർ പറയും ആദ്യ കാലങ്ങളിൽ ഇവിടുത്തെ മനുഷ്യര് ഈ ഒരു ജീവിയെ ഒരു ദൈവമായിട്ട് വണങ്ങുമായിരുന്നു എന്ന് പറയുമ്പോൾ ഓ പിന്നെ ഈ ഒരു പിശാചിനെയല്ലേ എല്ലാവരും ദൈവമായിട്ട് കണ്ടത്, ഇതൊക്കെ ഒരു കൊടൂര മൃഗമാണ് എന്നെല്ലാം നമ്മുടെ അമീർ പറയുന്ന സമയത്ത് റോളം പറയും ശരി അതൊക്കെ വിട് നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാം, അതാണ് ആദ്യം നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൂയിസ് പെട്ടെന്ന് ഓടി വന്നിട്ട് അയ്യോ നമ്മുടെ സാൻഡിനെ അവിടെ വിട്ടു, അവന്റെ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കാല് വയ്യാതെ കിടക്കുന്നല്ലോ അവന്റെ അടുത്തേക്ക് ഇപ്പോൾ ഓടി ചെന്നേ പറ്റും, അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഇവരെല്ലാവരും ശരി അവനെ രക്ഷിക്കാന്ന് പറഞ്ഞ് ഓടി അവന്റെ അടുത്തേക്ക് പോകുന്ന അതേ സമയം അവനെ കാണിക്കുമ്പോൾ അവനിങ്ങനെ താഴെ കിടക്കാണ്. അതുമല്ല ദൂരെ നിന്ന് എന്തോ വരുന്നത് പോലെ അവൻ തോന്നിയിട്ട് അടുത്തൊരു ക്യാമറ ഉണ്ട് ഈ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ അടിക്കുന്ന അതെടുത്തിട്ട് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് അവിടെ നിന്ന് എന്താണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി അവൻ അങ്ങനെ നോക്കുന്നതും ആ ഒരു ജീവി ഉണ്ടല്ലോ അതിനിപ്പോ പൂർണ്ണമായിട്ടും വ്യക്തമായിട്ട് ഇപ്പോഴാണ് കാണിച്ചു തരുന്നത്. കാണിക്കുമ്പോ മുഖമല്ല എന്തോ പോലെ ആയിട്ട് 6 കൈ ഉണ്ട് അതിനെ. ആ ഇത്തിരിയുള്ള വെളിച്ചത്തില് നമുക്കതിനെ കാണിച്ചതിനെ തരുകയാണ്.
കണ്ടാൽ ഒരു ഏലിയൻ ആണോ അതോ എന്താണെന്ന് പോലും അറിയത്തില്ല. അതങ്ങനെ അവന്റെ അടുത്തേക്ക് വരുന്നു. പെട്ടെന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നതും ഇവരെല്ലാവരും ഓടി അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവൻ ഇപ്പൊ അവിടെ കാണാനില്ല. അതേസമയം മറ്റൊരിടത്ത് ആ ഒരു ശബ്ദം കേൾക്കുന്നതും പെട്ടെന്ന് എല്ലാവരും ടോർച്ച് അടിച്ച് ആ ഒരു വശത്തേക്ക് നോക്കുമ്പോ ആഹാ, സാന്റനെ ആ ഒരു ജീവി അങ്ങനെ പിടിച്ചു വെച്ചിട്ട് അവന്റെ വയറുണ്ടല്ലോ അതങ്ങനെ വലിച്ചങ്ങ് കീറാണ്. എന്നിട്ട് ഇവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നു. അപ്പൊ താഴെ വീണ സാന്റനാണെങ്കിലും പ്ലീസ് എന്നെ മരിക്കാൻ വിടരുത്, ഈ ഒരു സ്ഥലത്ത് എനിക്ക് മരിക്കാൻ താല്പര്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ അവന്റെ ജീവൻ അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ വീണ്ടും എല്ലാവരും എന്ത് ചെയ്യുന്നറിയാതെ അവിടെ ഇരിക്കുന്നു. ഇപ്പൊ വെളിയിലേക്ക് പോകാനുള്ള ആ ഒരു വഴിയാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ഒരു പ്രൊഫസർ പറയും വെളിയിലേക്ക് പോകേണ്ട ആ ഒരു വഴി കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പറയും. നമുക്ക് വീണ്ടും ആ ഒരു കല്ലറ അടുത്തേക്ക് ചെല്ലണം. അവിടെയുള്ള കല്ലുകളിൽ ഒരുപാട് കാര്യങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി വേണം നമുക്ക് വെളിയിലേക്ക് പോകാനായിട്ട്. ആദ്യം കേൾക്കുമ്പോഴത്തേക്കും ഇവരാരും അത് സമ്മതിക്കത്തില്ല. അപ്പൊ പ്രൊഫസർ പറയും അല്ല ഇതല്ലാതെ വേറെ വഴിയുണ്ടോ? ഇല്ലല്ലോ, അപ്പൊ ഇതല്ലാതെ നമുക്കും വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവർ സമ്മതിപ്പിച്ചിട്ട് വീണ്ടും ആ ഒരു കല്ലറയുടെ അടുത്തേക്ക് വന്ന് അവിടെയുള്ള കല്ലുകളിലെല്ലാം കൊത്തിവെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം വായിച്ചിങ്ങനെ മനസ്സിലാക്കാണ്. അപ്പോൾ നമ്മുടെ അമീർ നോക്കുമ്പോഴത്തേക്കും അതില് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അമീറിനെ ഈ അറബിക് വാക്കുകളെല്ലാം വായിക്കാൻ അറിയാവുന്നത് കൊണ്ട് ആ ഒരു പ്രൊഫസറിനെ വിളിച്ചിട്ട് ദേ ഇതല്ലേ എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ അത് തന്നെയാണെന്നും പറഞ്ഞിട്ട് ആ ഒരു ബുക്കിലെല്ലാം നോക്കി അതിൽ പറയുന്ന ആ ഒരു രീതിയിൽ ഇവരങ്ങനെ നടന്നു പോയിട്ട് ഇപ്പൊ അവസാനമായിട്ടും ഒരു ഡെഡ് എൻഡിലേക്കാണ് എത്തുന്നത്. അതും കാണിക്കുമ്പോൾ അവിടെ എന്തോ ജയില് പോലെ, അതിനകത്തും ഒരുപാട് മനുഷ്യർ ഇവിടെയിലേക്ക് കൈയെല്ലാം ഇട്ടിട്ട് മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ. അവരുടെ എല്ലാവരുടെയും എല്ലുകളാണ് കാണുന്നത്, വർഷങ്ങൾക്ക് മുന്നേ മരിച്ചവരാണ്. അപ്പോൾ മികേൽ ചോദിക്കുന്നുണ്ട് ഇവരെല്ലാവരും എന്തിനാ ഇങ്ങനെ അടച്ചിട്ട് കൊല്ലുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഒരു പ്രൊഫസർ പറയും ഇവരൊരിക്കലും തടവുകാരൊന്നല്ല, ഇവരെല്ലാം വാളണ്ടിയേഴ്സ് ആണ്. അവർ തന്നെ സ്വയം ഇവിടേക്ക് വന്ന് അവരുടെ ദൈവത്തിന് വേണ്ടി അവരെ തന്നെ അർപ്പിക്കുന്ന ഒരു രീതി. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് വന്നതുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ വേറെ വെളിയിലേക്ക് പോകാനായിട്ട് വഴിയില്ല. ഇതൊരു ഡെഡ് എൻഡ് ആണ്. ചെറിയൊരു ഹോൾ പോലും ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് നടന്ന് അവസാനം കറങ്ങിയിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കല്ലറ ഉണ്ടല്ലോ അവിടേക്ക് തന്നെയാണ് അവർ വീണ്ടും വരുന്നത്. അപ്പൊ ആ ഒരു പ്രൊഫസർ പറയും ശരി അങ്ങനെയാണെങ്കിലേ നമുക്ക് വീണ്ടും ആ ഒരു കല്ലറയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒന്നുകൂടി വായിച്ചു നോക്കാന്ന് പറയുമ്പോൾ അല്ല നിങ്ങൾ നേരത്തെ നല്ലതുപോലെ ഒന്നും വായിച്ചില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ വഴക്ക് പറയണം. അപ്പോഴേക്കും അമീർ പെട്ടെന്ന് അതെന്താന്നും പറഞ്ഞിട്ട് ചൂണ്ടി കാണിക്കുമ്പോഴത്തേക്കും ഈ കല്ലിലെല്ലാം രക്തം പറ്റിയിരിക്കുന്നു. അതേപോലെ തന്നെ താഴെയും ഒരുപാട് രക്തം ഇങ്ങനെ കിടക്കാണ്. ഇതെങ്ങോട്ടാണ് പോയേക്കുന്നതെന്ന് നോക്കിയിട്ട് ഇവർ പോകുമ്പോൾ ഒരു അറ പോലെയുള്ള സ്ഥലം അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ പോളോ വളർത്തിയിരുന്ന ആ ഒരു കുതിര ഉണ്ടല്ലോ അതിനെ ആ ഒരു ജീവി അങ്ങനെ കൊന്ന് വയറെല്ലാം കീറിയിട്ട് ആ ഒരു കുതിര അവിടെ മരിച്ചു കിടക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിനടുത്തൂടെ മറ്റൊരു മുറിയുണ്ട്. അപ്പൊ അതിനകത്തേക്ക് പോയിട്ട് വഴിയുണ്ടോ എന്ന് നോക്കാന്ന് പറഞ്ഞ് റോളൻ, ലൂയിസ്, മിക്കയില് ഇവര് മൂന്നുപേരും ആ ഒരു റൂമിനകത്തേക്ക് കയറുന്നതും നമ്മുടെ പ്രൊഫസർ എന്താ ചെയ്യുന്ന വെച്ചാൽ വെളിയിൽ നിന്നും ഒരു കല്ല് പോലെയുള്ളൊരു ഡോറുണ്ട് അത് വെച്ച് അവരെ അങ്ങ് അടക്കിയാണ്. അവര് മൂന്നുപേരും അതിൽ പെട്ടുപോയി. അപ്പോൾ നമ്മുടെ അമീർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് സാർ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തേ, അവരെ നമുക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പ്രൊഫസർ പറയും ഇല്ല ഒരു കാരണവശാലും അവരെനിക്ക് വെളിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല, കാരണം നീ അല്ലാതെ ബാക്കി എല്ലാവരും ദുഷ്ടന്മാരാണ്, അവരാരും എനിക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ഇവിടെ നിന്ന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെന്തായാലും എന്നെ കൊല്ലും, കാരണം ഈ ഒരു വിവരങ്ങളെല്ലാം വെളി ലോകത്ത് അറിയാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ പറയുന്നതേക്ക് നമുക്ക് രണ്ടുപേർക്കും മാത്രം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രൊഫസർ വീണ്ടും ആ ഒരു കല്ലുകളിൽ എഴുതിയിരിക്കുന്ന എഴുത്തുണ്ടല്ലോ അതങ്ങനെ വായിക്കാണ്. അങ്ങനെ വായിക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ഈ ഒരു സ്ഥലത്തുള്ള ഈ ഒരു കല്ലറ പോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതേപോലെ കല്ലറകളുണ്ട്. അവിടെ നിന്നെല്ലാം ഈ ഒരു ജീവികളുണ്ടല്ലോ അതിനെല്ലാം ഈ ഒരു പണ്ട് കാലത്തെ മനുഷ്യര് ആരാധിക്കുന്നതാണ്. അതെല്ലാം ഉയർത്തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞാലേ ഇതിന്റെ എല്ലാം നേതാവായിട്ടുള്ള ഒന്നുണ്ട്, അത് വന്ന് വീണ്ടും ഈ ഒരു ലോകത്തെ ഭരിക്കാൻ തുടങ്ങും എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു കല്ലിൽ എഴുതിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങള് നമ്മുടെ പ്രൊഫസർ അമീറിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. അപ്പോൾ ഉള്ളിലുള്ളവരാണെങ്കിലും അവരുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം വെച്ചിട്ട് ഈ ഒരു കല്ല് തുറന്ന് ആ ഒരു റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്നു. അതേസമയം ഇവിടെ അമീറിനെ കാണിക്കുമ്പോൾ അവൻ ആ ഒരു തീപ്പന്തം വെച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് തിരിഞ്ഞ് ആ ഒരു കുതിരയെ നോക്കും. കുതിരയെ നോക്കുമ്പോൾ അത് അനങ്ങുന്നുണ്ട്. അപ്പൊ അമീർ പറയും സാർ ആ കുതിരയ്ക്ക് ജീവനുണ്ട്, അത് അനങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഫസർ ചോദിക്കും എന്ത് കുതിരയ്ക്ക് ജീവനുണ്ടെന്നോ? ആവശ്യമില്ലാതെ എന്തെങ്കിലും പറയാതെ, ഈ അവസ്ഥയിൽ കിടക്കുന്ന ആ ഒരു കുതിര എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും കാണിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, അത് ആ ഒരു കുതിരയല്ലായിരുന്നു സത്യത്തില്. ആ കുതിരയുടെ ഉള്ളിൽ നിന്നും ആ ഒരു ജീവി അങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. സത്യം പറയല്ലോ ഗായ്സ്, അതൊരു ഒന്നൊന്നര സീനാണ്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്തോ പോലെ ആയിപ്പോ. അപ്പോഴേക്കാണ് ആ ഒരു പ്രൊഫസർ അമീറിനോട് പറയുന്നത് അമീർ നീ കുറച്ച് പുറകിലേക്ക് പോ എന്നും പറഞ്ഞിട്ട് ആ ഒരു ജന്തുവിന്റെ അതിന്റെ പേരങ്ങനെ വിളിച്ചിട്ടാണ്. അപ്പൊ ആ ഒരു ജന്തുവിന്റെ പേര് മൊക്നോ റോത്ത് എന്നാണ്. അങ്ങനെ ആ ഒരു പേര് വിളിച്ച് പ്രൊഫസർ പറയും വർഷങ്ങൾക്ക് ശേഷം നിന്നെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഭാഗ്യമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അതാണെങ്കിൽ അവനെ ഒന്നും ചെയ്യാതെ അവൻ പറയുന്നത് എന്താണെന്ന് കേട്ട് ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ പ്രൊഫസർ കുറെ സംസാരിച്ച് അടുത്തേക്ക് ചെന്നിട്ട് ഈ ലോകത്തിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങളെ വീണ്ടും കാണുന്ന ഒരേ ഒരാള് ഞാൻ മാത്രമാണ്, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അതിനെ അങ്ങനെ പോയി കെട്ടിപ്പിടിക്കുന്നതും ഇത്രയും കാലം ഗോവയ്ക്കകത്ത് സിംഗിളായിട്ട് കിടന്ന അതിന് പിന്നെ ദേഷ്യം വരത്തില്ലേ അങ്ങനെ പിടിച്ചു വെച്ച ആ ഒരു പ്രൊഫസറിനെ ഞെരുക്കി അങ്ങനെ അങ്ങ് കൊല്ലുകയും ചെയ്യുന്നു. ഇത് കണ്ട് നമ്മുടെ അമീർ പേടിച്ചൊരു ഒറ്റ ഓട്ടം. ഇപ്പൊ അമീറിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓടി വന്നിട്ട് ആ റൂമിനുള്ളിൽ പെട്ട മൂന്നുപേരുണ്ടല്ലോ അവരെ എങ്ങനെയെങ്കിലും തുറന്നു വിടാൻ വേണ്ടിയിട്ട് വെപ്രാളം കാണിച്ച് ഒരു വിധത്തിൽ ആ ഒരു ഡോർ തുറക്കുന്നതും അവർ മൂന്നുപേരും നമ്മുടെ അമീറിനെ വലിച്ച് ആ ഒരു മുറിക്ക് അകത്തേക്കാക്കും. അകത്തേക്ക് വന്ന അമീറിനോട്
പ്രൊഫസർ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ലൂയിസ് പറയും നീ ഒരു ചെറിയ പയ്യനാണ്, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി സംസാരിക്കാതെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സമയത്താണ് നമ്മുടെ ആമീർ പെട്ടെന്ന് ഇതിനെല്ലാം കാരണം നീയാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റോളൻ ചോദിക്കും അല്ല എന്തു പറ്റി, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ആമീർ നടന്ന കാര്യങ്ങളെല്ലാം ആ ഒരു കല്ലറയ്ക്കകത്ത് വെച്ചിട്ട് അത് വലിച്ചു തുറന്നത് നമ്മുടെ ലൂയിസ് ആണെന്നുള്ള കാര്യം ഇവരോട് ഇങ്ങനെ പറയുന്നതും അമീർ പറയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവന്റെ ബാഗ് നോക്കാൻ പറയുമ്പോൾ അതിനകത്ത് അവൻ്റെ അടുത്ത് ആ രത്ന കല്ലുകളൊക്കെ ഉണ്ടല്ലോ അതിലെല്ലാം ഇങ്ങനെ കാണുന്നു. അപ്പോൾ റോളം പെട്ടെന്ന് അത് പിടിച്ചു വാങ്ങിയിട്ട് നീ കാരണമാണ് ഇത്ര പേര് മരിച്ചെന്നറിയാം നമ്മുടെ കൂട്ടത്തിലുള്ള, അതുകൊണ്ട് ഈ ഒരു കല്ലുകൾ എന്തായാലും നിനക്ക് തരത്തില്ല, വെളിയിലേക്ക് പോയിട്ട് ഇവിടെ മരിച്ചവരുടെ കുടുംബത്തിന് ഞാനത് കൊടുക്കാൻ പോവാണ് എന്നും പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു കല്ലെല്ലാം അങ്ങനെ വാങ്ങിക്കും. അവൻ എന്തായാലും അത് തന്നെ വേണം, ഒരു വിധത്തിൽ ഇവൻ തന്നെയാണ് എല്ലാത്തിനും കാരണം, ആക്രാന്തം പിടിച്ചവൻ. ഓക്കെ, ഇനിയും വെറുതെ സംസാരിച്ചുകൊണ്ട് നിൽക്കണ്ട, നമുക്ക് വെളിയിലേക്ക് പോയിട്ടുള്ള വഴി കണ്ടുപിടിക്കാമെന്നും പറഞ്ഞ് ഇവര് വീണ്ടും മുന്നിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. അതേസമയം ആ ഒരു ജന്തുവാണെങ്കിലോ ഈ ഒരു കല്ലുണ്ടല്ലോ അത് തുറക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു. അങ്ങനെ ഇവർ നടന്നു പോകുന്നതും പുറകിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോളം പറയും ശരി എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്യും, അത് നമ്മുടെ പുറകെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ലൂയിസിനാണെങ്കിലോ സഹിക്കാൻ കഴിയുന്നില്ല. അവൻ പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്യുന്നതും അവന്റെ മുന്നിൽ തന്നെ ആ ഒരു രൂപം ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് അവനിങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്നതും നമ്മുടെ മിഗേൽ അതിന്റെ മുന്നിൽ പെട്ടു. അങ്ങനെ മിഗേലിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൂയിസ് ഉണ്ടല്ലോ അവനെ ആ ഒരു ജന്തു വലിച്ചെടുത്തുകൊണ്ട് അങ്ങ് പോവാണ്. അപ്പോൾ അവന്റെ കാര്യം എന്തായാലും കഴിഞ്ഞു എന്ന് മനസ്സിലായി. ഇപ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ റോളനും അമീറും മാത്രം. അങ്ങനെ ഇവർ രണ്ടുപേരും ഓടിയിട്ട് ഇപ്പോൾ അവസാനം വീണ്ടും ഒരു ഡെഡ് എൻഡിലേക്ക് എത്തുകയാണ്. നോക്കുമ്പോൾ അവിടെ ഒരുപാട് പേര് മരിച്ചു കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റോളം പറഞ്ഞ ആ ഒരു കഥയിലെ സോൾജേഴ്സ്. അവരുടെ കയ്യിലാണെങ്കിൽ തോക്കെല്ലാം ഇരിപ്പുണ്ട്. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ ബോംബുകളൊക്കെ ഉണ്ട്. അതെല്ലാം എടുത്ത് കയ്യിലേക്ക് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇവർ രക്ഷപ്പെടത്തില്ല, ഇവിടെ തന്നെ കിടന്ന് മരിക്കാൻ പോവാണെന്ന് പറഞ്ഞ് രണ്ടുപേരും വിഷമിച്ച് നിന്നിട്ട് നമ്മുടെ അമീർ ആണെങ്കിൽ ആ ഒരു പ്രൊഫസറിന്റെ ബുക്ക് അവന്റെ കയ്യിലുണ്ടായിരുന്നു, അതെടുത്തൊരു ഒറ്റയേറ്. അപ്പോഴേക്ക് റോളം പെട്ടെന്ന് ആ ഒരു ബുക്ക് എടുത്തിട്ടാണ് അതിൽ നോക്കുമ്പോൾ ഇവിടെ നിന്ന് പോകാനായിട്ടുള്ള ചെറിയൊരു മാപ്പ് പോലെ എന്തോന്ന് അതിൽ വരച്ചിട്ടുണ്ട്. അത് കാണുന്നതും റോളൻ ഇപ്പോൾ പറയും ഇത് നോക്ക്, നമ്മൾ തെറ്റായിട്ടുള്ള വഴിയാണ് വന്നിട്ടുള്ളത്, ഒരുപക്ഷെ എന്തുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വഴി ആയിക്കൂടാ. അതുപോലെ ആ ഒരു പ്രൊഫസർ ആണെങ്കിലും എപ്പോഴും പറയുന്നുണ്ട് ആ കല്ലറയുടെ അടുത്തേക്ക് പോകണമെന്ന്, ഒരുപക്ഷെ അവിടെ നിന്ന് വഴി ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞിട്ട് ഇപ്പൊ അവർ ആ ഒരു ബുക്ക് നല്ലതുപോലെ നോക്കി അമീർ അത് വായിച്ചിട്ടാണ് പറയുന്നത് ശരി നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്നുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ കാണിക്കുമ്പോഴത്തേക്കും ഒരു ഹോളിൽ നിന്നും പെട്ടെന്ന് ആ ഒരു ജന്തുവിന്റെ കൈ വന്ന് നമ്മുടെ അമീറിന്റെ കാലിലേക്ക് പിടിച്ച് വലിച്ച് അവനെ വലിച്ചെടുത്ത് അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോഴേക്ക് റോളൻ അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് റോളനെ കൊണ്ട് കഴിയുന്നില്ല. അമീറിനെ ഇപ്പോൾ പൂർണ്ണമായിട്ടും വലിച്ചെടുത്ത് അങ്ങ് കൊണ്ടുപോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമീർ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവനിപ്പോ ഏതോ ഒരു ഇരുട്ട് മുറിയിലാണ്. ആ ഒരു ജീവി ഇപ്പോൾ എവിടെ പോയെന്ന് അവൻ അറിയാൻ കഴിയുന്നില്ല. അവൻ അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ മുന്നിലായിട്ട് അതിങ്ങനെ വന്ന് നിൽക്കുന്നു. അതേസമയം നമ്മുടെ റോളനാണെങ്കിൽ ഈ ബോംബെല്ലാം സെറ്റാക്കിയിട്ട് ആ ബുക്കിൽ നോക്കി അതുവഴി ഇങ്ങനെ ഫോളോ ചെയ്ത് ഒരുപാട് ദൂരം ചെല്ലുമ്പോഴത്തേക്കും ഒരു ബലി വീട് ഇങ്ങനെ കാണുന്നുണ്ട്. അവിടെ ചുവന്ന ലൈറ്റ് എല്ലാം കാണുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ആ ഒരു ജന്തു ഉണ്ടല്ലോ അതിനെ ദൈവമായിട്ട് വിശ്വസിക്കുന്നവര് അതിന് ബലിയായിട്ട് ഇവിടേക്ക് ചാടി മരിക്കുന്ന ആ ഒരു സ്ഥലം. അങ്ങനെ അതെല്ലാം കണ്ട് റോളൻ അവിടെ നിൽക്കുന്നതും നമ്മുടെ അമീറിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിലും വഴി അറിയാതെ ഇപ്പോൾ ഒരുപാട് ദൂരം നടന്നു ചെന്നിട്ട് ഒരു ചുവന്ന വെളിച്ചമുള്ള ഒരു സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അത് വലിയൊരു കോട്ട പോലെ ഇത്രയും ആഴത്തില് ഇത്രയും വലിയൊരു കോട്ട ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് പോലും അവന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരിടത്ത് തീ കൂട്ടിയിട്ടിട്ട് അതിനകത്ത് ഒരുപാട് മനുഷ്യന്റെ എല്ലുകൾ മാത്രം. അമീറിനെ ഒന്നും മനസ്സിലാവാതെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ സിംഹാസനത്തില് ഒരു രാജാവ് ഇരിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ നമ്മുടെ ആശാൻ ആ ഒരു ചെയറിൽ അങ്ങനെ ഇരിക്കുകയാണ്, 6 കൈയെല്ലാം വെച്ചിട്ട്. അതുപോലെ ഒരു കയ്യിലാണെങ്കിൽ ലൂയിസിന്റെ തല മാത്രം ഇങ്ങനെ പിടിച്ചേക്കുന്നു. അങ്ങനെ ഇത് കാണുന്നത് നമ്മുടെ അമീർ പെട്ടെന്ന് പേടിച്ചിട്ട് നിനക്ക് എന്താ വേണ്ടത്, എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പതിയെ താഴെ നിന്നൊരു കത്തി ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. അതേസമയം ആ ഒരു ജന്തു അവന്റെ അടുത്തേക്ക് പതിയെ ഇങ്ങനെ നടന്നു വന്നിട്ടാണ് അതെന്തോ പറയാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിന്റെ ഭാഷ അമീറിന് മനസ്സിലാവുന്നില്ല. അപ്പൊ അമീർ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ലൂയിസിന്റെ തല അങ്ങനെ എടുത്തിട്ട് അമീറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ലൂയിസ് ഇപ്പൊ സംസാരിക്കാണ്. വേറെ ഒന്നുമല്ല, അത് പറയാൻ ശ്രമിക്കുന്ന കാര്യം ലൂയിസ് ആണ് ഇപ്പോൾ പറയുന്നത് എനിക്കിവിടെ നിന്ന് വെളിയിലേക്ക് പോകണം എന്ന് മാത്രമേ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അമീറിനോട് പറയും നീ സാക്രിഫൈസ് ചെയ്യണം, അതും മാസ്റ്ററിന് വേണ്ടി എന്നിങ്ങനെ പറയുമ്പോൾ അമീർ ചോദിക്കും എന്ത് മാസ്റ്ററോ, അപ്പൊ ഇതുപോലെ 9 എണ്ണം പലയിടങ്ങളിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊന്നും ഒന്നുമല്ല ഇതാണോ മാസ്റ്റർ? അമീർ അങ്ങനെ പറയുമ്പോഴത്തേക്കും അത് പറയും നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നീ സാക്രിഫൈസ് ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ദൈവമാക്കും എന്നും പറഞ്ഞിട്ട് ലൂയിസിന്റെ തല എടുത്ത് ദൂരേക്കെറിയാണ്. അപ്പൊ അമീർ ചോദിക്കും അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നീ എന്നെ ദൈവമാക്കുമല്ലേ, ശരി എന്നും പറഞ്ഞ് അതിന്റെ അടുത്തേക്ക് നടന്നു ചെന്നിട്ട് അതിനെ അങ്ങനെ കെട്ടിപ്പിടിക്കും. അതാണെങ്കിലും അങ്ങനെ നിൽക്കുന്ന സമയത്ത് അമീർ പെട്ടെന്ന് പറയും അങ്ങനെയാണെങ്കിൽ നിന്നെ ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തു പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള ആ ഒരു കത്തി വെച്ച് അവന്റെ ദേഹത്തേക്ക് ഒരു ഒറ്റ കുത്ത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജന്തുവിന് വേദന മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ ഒരു പ്രൊഫസർ പറഞ്ഞിട്ട് നമ്മുടെ അമീറിനെ അറിയാം. അങ്ങനെ അതിനെ കുത്തിയിട്ട് അമീർ മറ്റൊരു വഴി ഇങ്ങനെ ഓടുന്നതും ഈ ഒരു ജന്തു കരയുന്ന ശബ്ദം നല്ലതുപോലെ അവന് കേൾക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അമീർ ആണെങ്കിലും ഒരുപാട് ദൂരം ഓടിയിട്ട്
അതുമല്ല ആ ഒരു ശബ്ദം ഇപ്പൊ അമീറിന്റെ പുറകെ വരാണ്. അമീർ ആണെങ്കിലും നല്ല രീതിയിൽ ഓടുന്നുണ്ട്. അങ്ങനെ ഓടി ഓടി അവസാനം ആ ഒരു ബലിപീഠമുണ്ടല്ലോ ആ ഒരു സ്ഥലം അമീറും കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ ഒരു മനുഷ്യ എല്ലുകൾക്ക് മുകളിലൂടെ അങ്ങനെ കയറി കുറച്ച് മുകളിലേക്ക് എത്തിയ ഒരു ചെറിയൊരു ഹോളുണ്ട്. അതുവഴി മുകളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു കൈ വന്നിട്ട് അമീർ നീ പേടിക്കണ്ട ബാ എന്റെ കയ്യിൽ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ അത് വേറെ ആരുമല്ല നമ്മുടെ റോളൻ. അമീറിനെ അങ്ങനെ പിടിച്ച് മുകളിലേക്ക് എടുത്തിട്ട് റോളനും ആ ഒരു വഴിയാണ് പോകുന്നത്. അതുപോലെ ഒരു കിണർ പോലെയുള്ള ഒരു വഴിയാണത്. അതുവഴിയാണ് ഇവർക്ക് മുകളിലേക്ക് പോകേണ്ടത് പിടിച്ച് അങ്ങനെ രണ്ടുപേരും മുകളിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു ജന്തു ഇപ്പോൾ താഴെ കൂടെ വരുന്നു. എന്നിട്ട് അതും മുകളിലേക്ക് കയറുന്നതും നമ്മുടെ റോളനാണെങ്കിൽ ആൾറെഡി അവന്റെ കയ്യിൽ ആ ഒരു ബോംബെല്ലാം എടുത്ത് വെച്ചിരുന്നല്ലോ അതെല്ലാം ഓരോ അടുത്തായിട്ട് സെറ്റ് ചെയ്ത് അതിന്റെ വയറെല്ലാം കണക്ട് ചെയ്തിട്ട് ഇവർ മുകളിലേക്ക് ഇങ്ങനെ പോവാണ്. കാരണം ഈ ഒരു വഴിയെല്ലാം തകർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമീറിന് നല്ല പേടിയുണ്ട്. കാരണം ഈ ഒരു ജന്തു താഴെ നിന്ന് വരെയല്ലേ അതിനെ കാണും തോറും. അപ്പോഴേക്കും റോളൻ പറയും ഹേ അമീർ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു ബോംബ് അത് പൊട്ടിക്കാൻ വേണ്ടി അതിന്റെ വയറെല്ലാം കണക്ട് ചെയ്തിട്ട് ഒരു ബോക്സ് ഉണ്ട് അതിനെ പിടിച്ച് തിരിക്കുമ്പോഴത്തേക്കാണ് ഇതെല്ലാം പൊട്ടുന്നത്. അങ്ങനെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് നേരെ അത് താഴേക്ക് വീഴുന്നു. എന്നിട്ട് ഒരിടത്ത് കുടുങ്ങി നിൽക്കുന്നതും നമ്മുടെ അമീർ പതിയെ താഴേക്കിറങ്ങി അതങ്ങനെ എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് വരുമ്പോൾ ഈ ഒരു ജന്തു ഇപ്പോൾ ഇവരുടെ അടുത്തേക്ക് എത്താറായി. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വേറെ വഴിയില്ല. അതുകൊണ്ട് രണ്ടുപേരും അങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് എന്നും പറഞ്ഞ് ആ ഒരു ബോംബ് അങ്ങ് പൊട്ടിത്തെറിപ്പിക്കുന്നതും ഇവരും ആ ഒരു ജന്തുവും എല്ലാം അവിടെ വെച്ച് നശിക്കുകയും ചെയ്യുന്നു. വേറെ ഒന്നുമല്ല ഇവർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇവർ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജന്തുവും വെളിയിലേക്ക് വന്നിട്ട് എല്ലാവരെയും ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും സ്വയം ത്യാഗം ചെയ്തിട്ട് അതിനെ കൊന്നത്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു.